അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ ആരാണവരെന്നും അവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം വിനയമാണെന്നും ആ വിനയമില്ലാത്ത മനസ്സ് ഒരിക്കലും ഒരു നല്ല വിശ്വാസിയായിരിക്കുകയില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. അതേ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അല്ലാഹു തആല പറയുന്നു, വിനയമുള്ളവരെ പോലെ തന്നെ അവരുടെ രണ്ടാമത്തെ സ്വഭാവം വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഏതെങ്കിലും അവിവേകികളോ പമ്പരവിഡ്ഢികളോ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ വരികയാണെങ്കിൽ ആ പമ്പരവിഡ്ഢികളോട് അതേ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാതിരിക്കുകയും ഖാലൂ സലാമ, ഞാൻ അതിലേക്കില്ല എന്നൊരു മനസ്സിന്റെ നിയ്യത്തോടുകൂടി സ്വന്തം നാവും മനസ്സും ശുദ്ധീകരിക്കുന്ന വിവേകശാലികളായിരിക്കും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളുടെ രണ്ടാമത്തെ ലക്ഷണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വിവേകം അതിനേക്കാളും കൂടുതൽ വിവേകശൂന്യതയാണ്. പലരും ആ വിവേകമെന്ന സംസ്കാരത്തെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുത്തുകയാണ്. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആ വിവേകശൂന്യത നമുക്ക് കാണാനും അറിയാനും സാധിക്കും. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ആരോട് എന്തും പറയാം, നമ്മളെ നാവ് എന്റെ ശരീരത്തിലെ മുഖത്തുള്ള നാവ്, അതുകൊണ്ട് എനിക്കാരോടും എന്തും പറയാം എന്ന് ചിന്തിക്കുന്ന വിവേകശൂന്യതയുടെ ആളുകൾ, അല്ലെങ്കിൽ എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നവർ, കുത്തുവാക്ക് പറയുന്നവർ, നാവ് തുറന്നാൽ തെറി പറയാൻ വേണ്ടി നാവിനെ ഉപയോഗിക്കുന്നവർ, ഏതൊരുത്തന്റെ അഭിമാനത്തെ തൊട്ടും കുടുംബത്തെ പറ്റിയും എന്തും വിളിച്ചു പറയാം. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കുടുംബത്തിലെ കൂട്ടുകാരോടൊപ്പമുള്ള ചർച്ചക്കിടയിലാണെങ്കിലും എന്തും ആരുടെ അഭിമാനവും നോക്കാതെ എന്തും വിളിച്ചു പറയാം എന്ന് ചിന്തിക്കുന്ന വിവേകശൂന്യതയുള്ള ആളുകൾ, അവർക്കൊരിക്കലും മറ്റൊരാളുടെ സങ്കടമോ അവരുടെ ബേജാറോ ഒരിക്കലും അവരെ സ്വാധീനിക്കുകയില്ല. മറ്റൊരുത്തന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുപോലും അവർ ചിന്തിക്കില്ല. എനിക്ക് ജയിക്കണം, അതെന്റെ നാവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, എന്റെ പെരുമാറ്റം കൊണ്ടാണെങ്കിൽ അങ്ങനെ, എന്റെ ചില ഷൈനിങ് കൊണ്ടാണെങ്കിൽ അങ്ങനെ എന്ന ഒരു ചിന്താഗതിക്കാരായിരിക്കും ഇത്തരത്തിൽ വിവേകശൂന്യത നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിവേകം നഷ്ടപ്പെട്ട ആളുകളുടെ ലക്ഷണം. പലപ്പോഴും പല സർക്കാർ സർവീസിലിരിക്കുന്നവരുടെ ജീവിതത്തിലും സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു ഗവൺമെന്റ് ആലയത്തിലേക്ക് കയറി ചെന്നു. ഒരുപാട് ക്യൂ, പലരും പല ആവശ്യങ്ങൾക്കും വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. പലരും ആശങ്കയിൽ ആ പൂരിപ്പിച്ച ഫോമുകൾ ശരിയാണോ, അതിലെന്തെങ്കിലും കുറവുണ്ടാവോ എന്നൊക്കെയുള്ള ബേജാറിൽ നിൽക്കുക ഓരോ ആളുകളും. 4 ആളുകൾക്ക് മുൻപിൽ, 5 ആളുകൾക്ക് മുൻപിൽ ഒരു പാവപ്പെട്ട വൃദ്ധനുണ്ട്. അദ്ദേഹം മകളുടെ വിധവ പെൻഷന് വേണ്ടി ചില ഫയലുകൾ റെഡിയാക്കാൻ വന്നതാ. അവസാനം അദ്ദേഹത്തിന്റെ ഊഴമെത്തിയ സമയത്ത് സീറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്ക് അയാൾ ആ ഫോം കൊടുത്തു. ആ ഫോം എല്ലാ ഭാഗങ്ങളും ക്ലിയറാ. പക്ഷേ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ച ഒരു കോളത്തിൽ ഒരു പെണ്ണ് കൊണ്ടൊരു ടിക്ക് ചെയ്യാൻ മാത്രം അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല, മറന്നുപോയതാവാം. ആ ഫയൽ നോക്കുന്ന ഉദ്യോഗസ്ഥൻ, മുസ്ലിമായ ചെറുപ്പക്കാരൻ, ആ ഫയലുമായി വെപ്രാളപ്പെട്ട് മകളുടെ വിധവാ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിന്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, പോയി ശരിയാക്കിയിട്ട് വാ. വെപ്രാളപ്പെട്ട ആ മനുഷ്യൻ ആ ഫയലും പിടിച്ച് എവിടെയാ ശരിയിടേണ്ടതെന്നറിയാതെ വെപ്രാളപ്പെടുമ്പോ ഇതുപോലെ വിവേകശൂന്യരായ അഹങ്കാരികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മനസ്സറിയാതെ പെരുമാറുന്നവർ, മാനസികാവസ്ഥ കണക്കാക്കാത്തവർ. ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു സാധനം വാങ്ങി 28,000 മുടക്കിയവൻ പിറ്റേന്ന് അതിന്റെ ഉപയോഗം നടക്കാതായപ്പോ ആ 28,000ന്റെ കണക്കൊന്ന് ചോദിച്ച് അതിനെപ്പറ്റിയൊന്ന് അറിയാൻ വേണ്ടി സ്ഥാപനത്തിൽ കയറി ചെല്ലും.
അത് വർക്ക് ചെയ്യുന്നില്ലെന്നോ എന്ന് കേൾക്കുമ്പോഴേക്കും ക്യാഷിലിരിക്കുന്നോ പറഞ്ഞു വർക്ക് ചെയ്യുന്നില്ലേ തൊട്ടുകൊണ്ടുവച്ചുകള. ആളുകളുടെ നാവ പലപ്പോഴും അവന്റെ ജീവിതത്തിലെ അവന്റെ സ്വഭാവത്തെ പോലും പ്രകടിപ്പിക്കുന്നത്. പല രംഗത്തും കുടുംബത്തിൽ പോലും ആദ്യമായി വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നൊരു മകൾ അറിയാതെ പ്ലേറ്റെങ്ങാനും പൊട്ടിപ്പോയാൽ ഒന്നാമത്തെ വാക്ക് എന്റെ ഓനൊന്നും സമ്പാദിച്ചെന്നതല്ല, നിന്റെ വിയാപ്ല വാങ്ങിയതാ. വാക്കുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവർ, വിവേകശൂന്യത നാവുകൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രകടിപ്പിക്കുന്നവർ. ഞാൻ ആരോ, എന്റെ താഴെയായിരിക്കണം എല്ലാവരും. നേടിയെടുക്കുന്ന അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ജോലി കൊണ്ടും ഒരു മനുഷ്യനോട് വിവേകത്തോടുകൂടി പെരുമാറാൻ അറിയാത്തവർ. പല ആളുകൾ ജയിക്കുന്നത് പോലും തർക്കം കൊണ്ടും നാവുകൊണ്ടുമാണ്. ഏത് വിഷയത്തിലും കുതന്ത്രങ്ങളും ഇല്ലാത്ത കാരണങ്ങളും പ്രകടിപ്പിക്കുന്നവർ. അത്തരക്കാരുടെ ഏറ്റവും വലിയ വിവരമില്ലായ്മയാണ് തർക്കിക്കുക, വിവേകശൂന്യതയോടുകൂടി പെരുമാറുക എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു വിവേകമുള്ളവന്റെ അടയാളവും അവന്റെ ജീവിതവും എങ്ങനെയായിരിക്കും. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹുലമാഉ, ഒരു വിവേകമുള്ളവൻ ലാ യജ്ഹലൂന, അവനൊരിക്കലും വിവരമില്ലാത്തവനായിട്ട് അവനെ സ്വയം മനസ്സിലാക്കുകയില്ല. എന്റെ വിവരമില്ലായ്മ അതൊരു വിവരമില്ലായ്മയായി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുൻപിൽ അവൻ പ്രകടിപ്പിക്കുകയില്ല. ആ വിവരമില്ലായ്മയെ, അജ്ഞതയെ വിവേകികളായ ആളുകൾ മറച്ചുവെക്കും, തർക്കിക്കാതിരിക്കും, ബേജാറാക്കാതിരിക്കും, ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കും. എന്നിട്ട് വീണ്ടും റസൂലുള്ളാന്റെ വാക്ക്, വഇൻ ജുഹില അലൈഹിം, അവനോടാരെങ്കിലും അവിവേകം കാണിച്ചാൽ, അവനോടാരെങ്കിലും വിവരമില്ലായ്മ കാണിച്ചാൽ, ഹലിമു, അവൻ വിവേകം കാണിക്കുകയും ചെയ്യും. അറിവുള്ളവർക്കേ വിവേകം പ്രകടിപ്പിക്കാൻ സാധിക്കൂ. എന്തറിവ്? നാഥനെ കുറിച്ചുള്ള ബോധം. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒരു പ്രചരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ലിസ്റ്റിൽ 7 ആളുകൾ കയറുകയും 8ാമനായി ഒരു ചെറുപ്പക്കാരൻ ഓടിക്കയറുകയും ചെയ്തു. പിന്നീട് ആ ലിസ്റ്റ് പ്രവർത്തനരഹിതമായി. ഭാരം കൂടുതലാണെന്ന് അതിന്റെ അലാറത്തിലൂടെ അറിയിച്ചു. ഓരോരുത്തരും ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി. ചിലർ ഗഹനമായ ചർച്ചയിലേർപ്പെട്ടു. ഒരാൾ പോലും പുറത്തേക്കിറങ്ങുന്നില്ല. അവസാനം പിൻഭാഗത്ത് ആദ്യം കയറിയ 2 കാലും ഊന്നുവടികളിൽ നടക്കാൻ മാത്രം കഴിയുന്ന വികലാംഗയായൊരു പെണ്ണ് തന്റെ ഊന്നുവടിയോടെ ആ ഒരു ലിസ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്തു. വിവേകമാണ് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അടയാളം. അതില്ലേ അവന്റെ ഈമാനിന് കുറവുണ്ട്. അവൻ അള്ളാന്റെ അടുത്തൊരു നല്ല അടിമയായിട്ടില്ല. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഏത് പ്രവാചകന്റെയും ഏറ്റവും വലിയ മുഖമുദ്ര ആ വിവേകം പ്രകടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. മഹാനായ ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹു പറയുന്നു, ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, തീർച്ചയായും ഇബ്രാഹിം നബി നല്ലൊരു സദ്ഗുണനും വിവേകമതിയുമായിരുന്നു. കാരണം ബിംബങ്ങളെ കച്ചവടം ചെയ്യുന്ന വാപ്പാന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, വാപ്പ, ഈ ബിംബം നിങ്ങൾക്ക് ചെയ്തു തന്നതെന്താ? ഉത്തരം മുട്ടുന്ന പിതാവ് മകനോട് കോപിച്ചു. അഗ്നി ആരാധിക്കുന്ന കൊട്ടാരത്തിൽ ചെന്ന് ഭരണാധികാരിയോട് ചോദിച്ചു, ഭരണാധികാരി, ഈ അഗ്നി താങ്കൾക്ക് എന്ത് സഹായം ചെയ്തു? ഒന്നെന്നോട് എണ്ണിപ്പറയണം. ഉത്തരം മുട്ടുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും ആ പിതാവും പറഞ്ഞൊരു വാക്കുണ്ട്, കാലു വജദിന ആബാഅന, അധിക വർത്താനൊന്നും വേണ്ട, നമ്മളെ വാപ്പാര് ചെയ്തതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഉടനെ കൃത്യമായി ഇബ്രാഹിം നബി തിരിച്ചു കൊടുത്തു, ഫഇന്നഹും അദുമുല്ലി, എങ്കിൽ അറിയണം, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഇവരെല്ലാം എന്റെ ശത്രുക്കളാണ്. ഇതൊക്കെ മരിച്ചുപോയതാണ്. ഇതൊക്കെ കല്ലിന്റെ ബിംബങ്ങളോ കുമ്മായമിട്ട് വലുതാക്കിയ കവറുകളോ ആണ്. അതുകൊണ്ടൊരിക്കലും ജീവിച്ചിരിക്കുന്ന ഹയ്യിൽ കയ്യുമായ എന്റെ റബ്ബിനെ ഞാൻ മറക്കില്ല എന്ന് വിവേകത്തോടുകൂടി ആ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുത്തു. മകൻ ഇസ്മായിൽ നബിയുടെ ചരിത്രവും കഴുത്തിലേക്ക് കറിക്കത്തി വെക്കുന്ന പിതാവിന്റെ കണ്ണിൽ നോക്കി ആ മകൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഉപ്പ, കൈ വറയ്ക്കാൻ പാടില്ല, കത്തിക്ക് മൂർച്ച കൂട്ടണം, കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടണം, എന്റെ കണ്ണങ്ങ് കറുത്ത തുണി കൊണ്ട് കെട്ടിയേക്കണം. എന്റെ മുഖം നോക്കി വാപ്പ കണ്ണീരാവാൻ സങ്കടപ്പെടാൻ പാടില്ല. വിവേകത്തോടുകൂടി പെരുമാറുന്ന ഓരോ അമ്പിയാക്കളുടെയും സഹാബത്തിന്റെയും ചരിത്രം. പക്ഷേ ഇന്ന് ചിലര് പെട്ടെന്ന് പ്രകോപിതരാവും. ആ പ്രകോപനം കൊണ്ട് അവര് വെന്ത് വിളിച്ചു പറയുന്നു എന്ന് പോലും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് ഭാര്യയാവാം, സ്വന്തം പെണ്ണിനെ പച്ചത്തെറി വിളിക്കുന്നവരുണ്ട്, മക്കളെ വിളിക്കുന്നവരുണ്ട്, തൊഴിലാളികളെ വിളിക്കുന്നവരുണ്ട്, മനുഷ്യ ശരീരത്തിലെ രോമങ്ങളെ പറ്റി പോലും ആഭാസ വാക്കുകൾ പറയുന്നവരുണ്ട്, എഴുതിവിടുന്നവരുണ്ട്. നിമിഷം നേരം കൊണ്ട് വാവിട്ട വാക്കിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്.
അവിടെയൊക്കെ തിരുദൂതൻ പഠിപ്പിച്ചു, പല ആളുകൾക്കുമുള്ള വിവേകശൂന്യതയുടെ മറ്റൊരടയാളമായിരിക്കും സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കൂ. അവനവന്റെ സൗകര്യം, നമ്മളെ കാര്യം നടക്കണം എന്ന ചിന്ത. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പള്ളിയിലേക്ക് വരുന്നു, പാർക്കിങ്ങിന് സ്ഥലമില്ല, റോഡിന്റെ സൈഡിൽ നിർത്തും, എനിക്ക് നിസ്കരിക്കണം, എനിക്കതിൽ കോണം. അത് ബാക്കി പിന്നാലെ വരുന്നവന് ബ്ലോക്ക് ഉണ്ടാക്കിയാലും ശരി, ഞാൻ പെട്ടെന്ന് റോഡിന്റെ നടുവിൽ നിർത്തി 4 ആളോട് തമാശ പറഞ്ഞിരുന്നാലും ബേക്കിലുള്ള ഹോൺ അടിച്ചാൽ അവനാ കുറ്റം. ഈ അന്യായം ചെയ്തവനും അനീതി പ്രവർത്തിച്ചവനും വിവേകശൂന്യത കാണിച്ചവർക്കും ഒരു കുറ്റബോധവും തോന്നുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കാപട്യമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. സ്വന്തം സൗകര്യം മാത്രം നോക്കി ആളുകളെ ദ്രോഹിക്കുന്നവർ, മറ്റൊരുത്തന്റെ കണ്ണീരിന് ഒരു വിലയും കൊടുക്കാത്തവർ. എന്നിട്ട് തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന ഫീക ലഖസ്ലതൈനി യുഹിബ്ബഹുമുല്ലാഹ്. 2 സ്വഭാവം നിന്നിലുണ്ടോ, അള്ളാഹ് നിന്നെ സ്നേഹിച്ചു തുടങ്ങും. അള്ളാഹ്ക്ക് നിന്നോട് വലിയ മഹബ്ബത്തായിരിക്കും, അള്ളാഹ് നിന്നെ പ്രേമിക്കാൻ തുടങ്ങും. ആ 2 സ്വഭാവങ്ങളിൽ ഒന്ന് അൽഹിൽ, ഒന്ന് വിവേകമായിരിക്കും, വിവേകത്തോടെയുള്ള പെരുമാറ്റം. 2 വൽ അനാബ്, സുതാര്യതയോടെ ശാന്തതയോടെ, അല്ലെങ്കിൽ മനസ്സിരുത്തിക്കൊണ്ട് ഒരു ധൃതിയും കാണിക്കാതെ നീ ഇടപെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ പ്രണയിച്ചു തുടങ്ങും. ഇന്നത്തെ സാഹചര്യത്തിൽ പല രംഗത്തും ആളുകൾ വാവിട്ട വാക്കുകളാ, പ്രവർത്തികളാ. മറ്റൊരുത്തന്റെ മനസ്സോ അവന്റെ സങ്കടങ്ങളോ അറിയാൻ പോലും ശ്രമിക്കാതെ തെറി പറഞ്ഞും കുത്തുവാക്കുകൾ പറഞ്ഞും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. പല കുടുംബത്തിലും പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം നാവുകൊണ്ടുണ്ടാകുന്ന ഫിത്തിനകളാണ്. പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ അവർക്കൊരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് 2 കുടുംബക്കാരും പിന്നെ കാരണങ്ങൾ തേടും, ഇല്ലാത്ത പലതും കുത്തിപ്പറയും. അന്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനിയൊരു കുടുംബത്തിൽ കയറാൻ പറ്റാത്ത കോലത്തിൽ ആണ് പെണ്ണിനെ അവതരിപ്പിക്കും, പെണ്ണാണിനെയും അവതരിപ്പിക്കും. പല മധ്യസ്ഥവും ഒരു സിറ്റിംഗ് കൊണ്ട് കഴിയേണ്ടത് 10 കഴിഞ്ഞാൽ തീരാതിരിക്കാനുള്ള കാരണം അതിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ കുത്തുവാക്കിന്റെയും വൃത്തികേടിന്റെയും കാരണത്തിന്റെ പേരിലാണ്. വിവേകത്തോടെ പലരും പെരുമാറുന്നില്ല. ചിലർക്ക് വാശി, ചിലർക്ക് ഈഗോ, ചിലർക്ക് ദേഷ്യം. എന്നിട്ട് അവർ സ്വയം വിചാരിക്കും, ഞാൻ അവന്റെ ചെലവിലല്ല, എനിക്കിന്റേതായ കാര്യങ്ങളുണ്ട്, മുതലിന്റെ കയ്യിലുണ്ട്, അത് വിറ്റിട്ടാണെങ്കിലും ഞാൻ അങ്ങനെയാക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനസ്സ് അള്ളാഹ് പരിചയപ്പെടുത്തി. അൻറആഹുസ്തഗ്ന, അത് ശൈത്താന്റെ ചിന്തയാ. ഒന്ന് ഈ താന്നുകൊടുക്കാതെ, അല്ലെങ്കിൽ വിവേകം പ്രകടിപ്പിക്കാതെ വേറും വാശിയും ഈഗോയും കാണിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് പിശാചിന്റെ കുടിലുകളാണെന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. മറ്റു ചില ആളുകളുണ്ട്, എല്ലാ വിഷയത്തിലും കേറി ആളാവാൻ, എന്തിനും തലയിടും. എന്നിട്ട് അവന്റെ വകയൊരു വിശദീകരണം ഒന്നും അറിയില്ലെങ്കിലും ആളാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും. എല്ലാം അറിയുന്നവനെ പോലെ എല്ലാ വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാനെന്തോ ത്യാഗം ചെയ്യുന്നു എന്ന കോലത്തിൽ തല്ലാൻ നടക്കുന്നവർ, അല്ലെങ്കിൽ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ പോകുന്നവർ, ഫ്രണ്ടിന് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, നാവ് കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി തെറി പറയുന്നവരും അല്ലെങ്കിൽ ആ രീതിയിൽ പ്രകടിപ്പിക്കുന്നവരും അള്ളാഹു ഓർമ്മപ്പെടുത്തി. ലൈസ ശദീദു ബിസ്സുർഅതി, തന്റെ ശക്തി ഉപയോഗിച്ച് മറ്റൊരുത്തനെ മറച്ചിടുന്നവനല്ല ശക്തവാൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അളബ്. സ്വന്തം മനസ്സ് കോപം കൊണ്ട് കത്തുമ്പം ആ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പാകപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അള്ളാന്റെ കണ്ണിൽ നിങ്ങൾ ശക്തവാന്മാരും അള്ളാഹ്ക്കേറെ പ്രിയപ്പെട്ടവരുമാണ്. എങ്കിൽ അതിനു പകരം ആ ഒരു കോപവും ദേഷ്യവും മനസ്സിലേക്ക് കയറുമ്പോഴേക്കും വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും മുഖഭാവം കൊണ്ടുപോലും ഒരു വിവേകത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളാവാൻ നമ്മുടെ നമസ്കാരം മതിയാകാതെ വരും, നമ്മളെ ഇബാദത്തുകൾ മതിയാകാതെ വരും. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഒരു വിവേകമുള്ളവനാകാൻ, ഒരു വിവരമുള്ളവനാകാൻ ഞങ്ങൾ എന്തൊക്കെ സൂക്ഷിക്കണം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, വിവേകം നേടാൻ 3 വഴികളുണ്ട്. ഒന്ന്, ഒരിക്കലും വിവരദോഷികളോട് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത്. അവൻ സമ്മതിച്ചു തരൂല. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ സമ്മതിച്ചു തരൂല. അവൻ കുറ്റങ്ങളും കാരണങ്ങളും വേറെയുണ്ടാക്കും. പലപ്പോഴും നിങ്ങളെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. എന്നാൽ അവന്റെ പരിധിക്ക് മേലെയാണ് നിങ്ങളൊന്ന് തോന്നിയാൽ പിന്നെ അവൻ പറയും, ഓനൊക്കെ വലുതാക്കിയത് ഞാനാണ്. അത്രക്ക് കുതർക്കികളും കുതന്ത്രക്കാരും നിങ്ങളെ കൂട്ടത്തിലുണ്ടാകുമ്പം അങ്ങനെ വാവിട്ട് സംസാരിക്കുന്നവന്റെ വെളിവില്ലായ്മക്ക്
നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ മറുപടി കൊടുക്കരുത്. അവനെ വിട്ടേക്കണം. അവന്റെ പേച്ച നാവിനും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കരുത്, തർക്കിക്കാൻ നിൽക്കരുത്. ലോകത്തിന്റെ റസൂലുള്ള വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേക്കണം, നീ അങ്ങ് മറന്നേക്കണം. വഅ്മുറു ബിൽ ഉറുഫി, നല്ലതെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. വഅഗ്രിൽ അനിൽ ജാഹിലീൻ, ഈ പമ്പര വിട്ടികളായ ജാഹിലീങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം നീ ചെലവാക്കരുത്, നിന്റെ സമയം നീ നഷ്ടപ്പെടുത്തരുത്. കാരണം നീ ശരിയാണെങ്കിൽ നിന്റെ ശരി അല്ലാഹു ബോധ്യപ്പെടുത്തിക്കൊള്ളും. നിന്റെ ശരി ബോധ്യപ്പെടുത്താൻ നീ പറഞ്ഞു തുടങ്ങിയാൽ നിനക്കവനെ ജയിക്കേണ്ടി വരും. ആ ജയിക്കേണ്ടി വരുമ്പം നിനക്ക് പലതും ഉണ്ടാക്കി പറയേണ്ടി വരും. അവന്റെ പല കുറ്റങ്ങളും നീ തുറന്നു കാണിക്കേണ്ടി വരും. അങ്ങനെ തുറന്നു കാണിക്കാൻ നീ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ മലിന മനസ്സ് പോലെ നിന്റെ മലിന മനസ്സും അള്ളാഹു ഒരുപോലെ കാണും. അതുകൊണ്ട് ഒരിക്കലും കുതന്ത്രവാദികളോടും വിവരദോഷികളോടും നീ തർക്കിക്കാൻ നിൽക്കരുത്. അവിടെ പുഞ്ചിരി കൊണ്ട് നീ മാറി നിൽക്കണം. അള്ളാഹു പറയുന്നു, വൈദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, ശാന്തി. വിവരമില്ലാത്തവൻ പറഞ്ഞാലും നീ എന്തു പറയണം? ഞാൻ അതിനില്ല. വിവരമില്ലാത്തവനാണെന്ന പരിഗണന ആ വ്യക്തിക്ക് നീ അങ്ങ് കൊടുക്കാൻ തയ്യാറാവണം. രണ്ടാമത്തത്, ആവശ്യമുള്ളിടത്ത് മാത്രം നീ സംസാരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നീ ആ വിഷയത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. നാട്ടിൽ ഭയങ്കര സംസാരം, കളിക്കാർ തമ്മിലുള്ള ഫൗളിനെ പറ്റിയും കാരണങ്ങളെപ്പറ്റിയും വാത്തോരാതെ സംസാരം, ആളുകൾ കൂടുന്നു. ഓരോരുത്തരുടെ പ്ലേയേഴ്സിന് വേണ്ടിയും വാവിട്ട വാക്കുകൾ, കാവിട്ട സംസാരങ്ങൾ അവസാനം അടിയിലെത്തുന്നു, കൊലപാതകത്തിലെത്തുന്നു, കുത്തിക്കത്തിക്കുത്തിലെത്തുന്നു. വേണ്ട, ആവശ്യമുള്ളിടത്ത് സംസാരിക്കാൻ പോയാൽ മതി. അള്ളാഹുവോട് പറയണം, എന്റെ നാവ് കൊണ്ട് റബ്ബേ നിനക്കിഷ്ടമുള്ളത് സംസാരിക്കാനുള്ള ഒരു കഴിവ് തരണം. ഇഷ്ടമില്ലാത്തതേ പലതും നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ആ നാവ് പടച്ച റബ്ബിന്റെ അരികിൽ എനിക്കും നിങ്ങൾക്കുമെതിരെ സാക്ഷി പറയാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ദുനിയാവിൽ മേത്തരം ചുവന്ന കുതിരകളെക്കാൾ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരറിവ് ഞാൻ അറിയിച്ചു തരട്ടെയോ? സഹാബാക്കൾ ഒന്നടങ്കം മദീനത്തെ പള്ളിയിലേക്ക് ഇടിച്ചു കയറി ചോദിച്ചു, റസൂലേ, മേത്തരം ചുവന്ന കുതിരകളെക്കാൾ പ്രിയപ്പെട്ട എന്താണ് ഞങ്ങൾ സമ്പാദിക്കേണ്ടത്? പുഞ്ചിരിയോടെ റസൂലുള്ളാന്റെ മറുപടി, ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുന്ന നാവിന്റെ ഉടമയാകൽ. ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുന്ന നാവിന്റെ ഉടമയാകൽ, അത് മേത്തരം ചുവന്ന കുതിരകളെക്കാൾ അള്ളാന്റെ അടുക്ക് നിനക്ക് സ്ഥാനം നേടിത്തരുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം എവിടെ സംസാരിക്കണം. പലപ്പോഴും ഭാര്യമാരെ കല്യാണ വീട്ടിൽ വെച്ച് കുറ്റം പറയുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്. പല രംഗത്തും ഭർത്താവിനെ കുടുംബക്കാർക്കിടയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ട്. 4 കുടുംബക്കാർ കൂടുമ്പോഴേക്കും ചർച്ച ഭർത്താവിന്റെ പോരായ്മകള്, കുടുംബത്തിന്റെ വിഷയങ്ങള്, ആരാന്റെ കുടുംബത്തിന്റെ നെറികേടുകള്. വേണ്ട, ആവശ്യമുള്ളിടത്ത് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ താല്പര്യം കാണിക്കാവൂ. മൂന്നാമതായി, നമ്മൾ ഓരോരുത്തരുടെ അഭിമാനത്തിനും പവിത്രമാണ് എന്ന് ചിന്തിക്കണം. ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന നിലമറന്ന പെരുമാറ്റം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവരുത്. ഇന്ന് ചില ചെറുപ്പക്കാർക്ക് തോന്നിത്തുടങ്ങി, മുതിർന്ന ആളുകളോട് 2 തർക്കുത്തരവും ഓയികാക്കാന്ന് പറഞ്ഞാൽ അവനൊരു ഹീറോ ആയി എന്ന ചില തെറ്റിദ്ധാരണകള്. ആളും തരവും നോക്കാതെ വാവിളിച്ചു പറയുന്നവർ, നാവുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നവർ, ഒരു ചെറിയ കുട്ടിയെപ്പോലും ഉപദേശിക്കാൻ മുതിർന്നവര് ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 2ാം ക്ലാസ്സുകാരൻ പോലും തെമ്മാടിത്തത്തിന്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാ റസൂലുള്ള പഠിപ്പിച്ചതും ഓരോരുത്തരുടെ അഭിമാനവും പവിത്രമാ. തൊഴിലാളിയുടേത്, മുതലാളിയുടേത്, ഡ്രൈവറുടേത്, അല്ലെങ്കിൽ കയറി ചെല്ലുന്ന സപ്ലയറുടേത്, നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന, അത് കൊണ്ടുവച്ചു തരുന്ന ഒരു സാധാ വെയിറ്ററുടെ അഭിമാനം പോലും പവിത്രമാണ് എന്ന് ചിന്തിക്കണം. അവനും കുടുംബമുണ്ട്, അവനും കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവനും ഭക്ഷണത്തിന് വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരു കുടുംബത്തിലെ വാപ്പയുമ്മയുണ്ട്. ആ തിരിച്ചറിവോടെ ഓരോരുത്തരെയും ബഹുമാനിക്കാനുള്ള, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം പരിഗണിച്ച് വാക്കുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറായാൽ വിവേകം താനേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ വിവേകമാണ് ഒരു വിശ്വാസിന്റെ അടയാളമെങ്കിൽ അതിന്റെ ഉടമകളാകാൻ പരിശ്രമിക്കല ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല യോഗ്യത. അല്ലാതെ സ്വന്തം നാവ് എന്തും പറയാം, ആരെ പച്ചിറച്ചി തിന്നാം, എന്ത് പച്ചിറച്ചി തിന്നുന്ന രീതിയിലും കുത്തുവാക്കുകൾ എഴുതി വിടാം, ആരാന്റെ മുഖത്തു നോക്കിയും ഷൈൻ ചെയ്യാം, ഒന്ന് വലിപ്പത്തരം കാണിച്ചാളാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം പോലും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അത് ഉദ്യോഗസ്ഥരായാലും തൊഴിലാളികളായാലും മുതലാളികളായാലും ആ വിവേകത്തോടെയുള്ള പെരുമാറ്റമാണ് നെറ്റിത്തടത്തിലെ നിസ്കാരത്തയമ്പിനേക്കാൾ അള്ളാഹു വിലമതിക്കുന്നത് എന്ന മുൻഗാമികളായ ഉലമാക്കളുടെ വാക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം.
ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ അള്ളാന്റെ പ്രിയപ്പെട്ടൊരടിമയാകാൻ പറ്റും. ആ അടിമ ആയി മാറിയെങ്കിൽ മാത്രമേ പിന്നെ നമ്മളെ നിസ്കാരത്തിന് നോമ്പിനൊക്കെ ഒരു വിലയുള്ളൂ. അല്ലെങ്കിൽ ചിലർ പറയും കാണാൻ നല്ല ദീന, സ്വഭാവം ഒരു 5 പൈസക്കും പറ്റൂല എന്ന് നമ്മളെ ചൂണ്ടി മറ്റുള്ളവർ പറയും. ആ പറയിപ്പിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് സ്വയം ചിന്തിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കുതിച്ചു പായുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി കേരളത്തിലെ പല വീടുകളുടെ നടുകളിലൂടെയും കുറ്റിനാട്ടാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അന്നുവരെ നിർഭയത്വത്തോടുകൂടി ജീവിച്ചിരുന്ന പല കുടുംബങ്ങളിലും സമാധാനം ഇല്ലാതാക്കാൻ പേപ്പറുകളിലുള്ള ചില വികസന വാക്കുകൾക്കും എഴുത്തുകൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം കുടുംബത്തിന്റെ സ്വന്തം വീടിന്റെ നടുവിലൂടെയാണത് എന്നറിയുമ്പോൾ മാത്രമാണ് പലരുടെ ഉറക്കം നഷ്ടപ്പെടുന്നതും പലർക്കും ജീവിതം വലിയ ഭാരമായി തോന്നുന്നത്. ഒരിക്കലും ഇസ്ലാം വികസനങ്ങൾക്കെതിരല്ല. ആ വികസനങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് ഒരനീതിയുടെയും വക്താക്കളാവാതെ, ഒരാളുടെ ജീവിതത്തെയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യപ്പെടാതെ, ഒരാൾക്കും മാരകമായ രോഗത്തിന് കാരണമാകുന്നില്ല എന്ന് കൃത്യമായി തെളിയിക്കാൻ സാധിച്ചിട്ടല്ലാതെ നിങ്ങൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്കും പോകരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ ഫാക്ടറിയിൽ നിന്നും പുഴകളിലേക്ക് മാലിന്യം തള്ളിയപ്പോൾ പിന്നീട് ആ ചുറ്റുഭാഗത്തും കേരളക്കരയിലും ക്യാൻസറുകളും ആമാശയ രോഗങ്ങളും പടർന്നു പിടിക്കാൻ തുടങ്ങിയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വികസനവും സ്വന്തം നെഞ്ചത്തോടെ വരുമ്പോൾ മാത്രമേ അതിന്റെ സങ്കടവും വ്യാപ്തിയും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രമുണ്ട്. ഹറം പള്ളിയിലേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങുകയും പള്ളിയിൽ ആളുകൾക്ക് കൊള്ളാൻ സാധ്യമല്ലാത്ത നിലക്ക് കുടുസാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം ആ ഹറമൊന്ന് വീതി കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ വീതി കൂട്ടിയ സമയത്ത് അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുരയുടെ മുകളിലൂടെയുള്ള ഒരു പാത്തി, വെള്ളമൊഴുകുന്ന ഒരു പാത്തി, അതിൽ നിന്നും വെള്ളം വീഴുന്നത് ഹറമിന്റെ ഒരു മൂലയിലേക്കായിരുന്നു, അഥവാ വികസിപ്പിച്ച ഒരു മൂലയിലേക്ക്. ഒരിക്കൽ അത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാതെ ആ പാത്തി എടുത്തു മാറ്റി. വിവരമറിഞ്ഞ അബ്ബാസ് റളിയല്ലാഹു അൻഹു പരാതി കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും അന്ന് ഭരണകൂടം വിചാരണ ചെയ്തു. എന്തുകൊണ്ടതെടുത്തു എന്നും എന്തുകൊണ്ട് അതിന്റെ മറുഭാഗത്തെപ്പറ്റി ചിന്തിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉമർ ഇബ്നുൽ ഖത്താബിന് മറുപടിയില്ലാതായി. അനുകൂലമായി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിധി കിട്ടിയപ്പം ആ വികസനത്തിന്റെ പേരിൽ തലകുനിച്ചു നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണീരോടെ പറഞ്ഞു, അബ്ബാസ്, ഞാൻ തന്നെ ആ പാത്തി അവിടെ ഫിറ്റ് ചെയ്തു തരും. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഞാൻ കുനിഞ്ഞിരിക്കാം അബ്ബാസ്, എന്റെ പെരടിയിൽ ചവിട്ടി താങ്കൾ ആ പാത്തി ഫിറ്റ് ചെയ്തോളൂ. ഞാൻ അനീതി ചെയ്തെന്നും എന്റെ വികസനം അനീതിയിലെത്തിയെന്നും ഒരിക്കലും താങ്കളും കുടുംബവും എന്നെ കണ്ണീരായി ചോർക്കാൻ പാടില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉമർ, ഒരു കൂടിയാലോചനയും അതിന്റെ നല്ല വശങ്ങളും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തെയാണ് ഞാൻ എതിർത്തത്. ആ പാർട്ടി വെക്കുന്നതിന് ഞാൻ എതിരല്ല, അതല്ലെങ്കിൽ മാറ്റുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ ഉമർ, ഏതൊരു തീരുമാനമെടുക്കുന്ന സമയത്തും ജനങ്ങളുമായി കൂടിയാലോചിക്കണം. അതിന്റെ നന്മയും തിന്മയും അവർക്ക് വേർതിരിച്ചറിയിച്ചു കൊടുക്കണം. അവരുടെ നിലനിൽപ്പിനെയും തലമുറകളെയും ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ അത് മാറി നിൽക്കാൻ സാധിക്കണം. ഒരു ജനതയോടുള്ള വെറുപ്പോ വിദ്വേഷമോ അനീതിക്ക് കൂട്ടുനിൽക്കാൻ താങ്കളെ പ്രേരിപ്പിക്കരുത്. വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നീതിയോടൊപ്പമേ നിൽക്കാവൂ.
ആ വാക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് ചുറ്റുഭാഗങ്ങളിൽ വികസനങ്ങൾക്കാരും ഇക്കാലഘട്ടം വരെ എതിര് നിന്നിട്ടില്ല. പക്ഷെ ഒരു തലമുറയെയും ജനതയെയും ചോദ്യം ചെയ്യപ്പെടുന്നതാണെങ്കിൽ, ആരോഗ്യപരമായും പ്രശ്നങ്ങളായിട്ടും അതിന്റെ ഉള്ളറകളെപ്പറ്റി കൃത്യമായി വിശദീകരിക്കപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ അപ്പുറം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മനസ്സെങ്കിലും നമുക്കുണ്ടാവണം. കാരണം ഏതൊരു മനുഷ്യന്റെ കുടുംബം നശിക്കുമ്പോഴും അവന്റെ ജീവൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റുള്ളവന്റെ പറമ്പിലെ വികസനം കണ്ടു നിൽക്കാൻ നല്ല രസ. സ്വന്തം നെഞ്ചത്തേക്ക് വരുമ്പോഴേ അതിന്റെ വേദനയും വ്യാപ്തിയും ഒരാൾക്ക് ബോധ്യപ്പെടൂ. അത് ഓരോരുത്തരും തിരിച്ചറിവോടെ പെരുമാറിയാൽ, ഒരു ജനതയോടോ ഒരു വിഭാഗത്തോടോ ഒരു പ്രദേശത്തോടോ ഉള്ള വെറുപ്പതിന്റെ പിന്നിലില്ലെങ്കിൽ, പ്രാർത്ഥനയോടെ നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കണം. കൈവിട്ട വാവിട്ട പെരുമാറ്റങ്ങളോ രീതികളോ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനും പാടില്ല. പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടും തെറിവിളിച്ചുകൊണ്ടുമെന്നുള്ള രീതിയിലല്ലാതെ മാന്യമായ നിലക്ക് ആ വിഷയത്തെ പ്രാർത്ഥനയോടെ ഇടപെടാനും കൂടെ നിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എങ്കിൽ മാത്രമേ ആളുകളുടെ സങ്കടങ്ങളിൽ നിന്നും വിവേകത്തോടെ ജീവിതത്തെ പെരുമാറ്റത്തിലേക്ക് എത്തിച്ച ആളുകളായി നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അറിഞ്ഞുമറിയാതെയും ചെയ്തുപോയിട്ടുള്ള സർവ്വപാപങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബേ. എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന കുടുംബങ്ങൾക്ക്, ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് റബ്ബേ. രോഗം കൊണ്ട് ഓപ്പറേഷൻ വിധേയനാകാൻ കാത്തിരിക്കുന്ന ആളുകൾ, എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോ രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ. ആ രോഗം കൊണ്ട് വേദനിക്കുന്ന മനസ്സുകൾക്ക് ക്ഷമയോടെ അതിനെ നേരിടാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുവേ, കടബാധ്യതയിൽപ്പെട്ട് ഹറാമായ പല മേഖലകളിലൂടെയും സഞ്ചരിക്കേണ്ടി വന്നവരുണ്ട് നാഥ. ഹലാലായ നിലക്ക് കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനും ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് ഹലാലിലേക്ക് എത്താനും ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നല്ല വിദ്യാഭ്യാസം നേടാനും നല്ല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്ന പലരും ഞങ്ങളിലുണ്ട് നാഥ. ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും ഹലാലായ നിലക്ക് ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, എല്ലാവരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹു